വിളപ്പിൽ ശാലയിൽ 3ാം ക്ലാസ് വിദ്യാർത്ഥിയെ അധ്യാപിക മർദ്ദിച്ചതായി പരാതി. അച്ചടക്കം പാലിച്ചില്ലെന്ന് കാട്ടി അധ്യാപിക വിദ്യാർത്ഥിയെ മർദ്ദിച്ചെന്നാണ് ആരോപണം. വിളപ്പിൽ ശാല സർക്കാർ സ്കൂളിലെ വിദ്യാർത്ഥിനി ആശുപത്രിയിൽ ചികിത്സ തേടി. അതേസമയം ആരോപണങ്ങൾ സ്കൂൾ അധികൃതർ പൂർണ്ണമായും തള്ളി. വിദ്യാർത്ഥിയുടെ കുടുംബത്തെ സ്വാധീനിക്കാനുള്ള നീക്കം നടത്തിയെന്ന ആരോപണം സ്കൂൾ നിഷേധിച്ചു. സ്കൂൾ ഇന്റർവെൽ സമയത്ത് വിദ്യാർത്ഥി അച്ചടക്കം പാലിച്ചില്ലെന്ന് കാട്ടി അധ്യാപിക മർദ്ദിച്ചെന്നാണ് പരാതി. വിളപ്പിൽ ശാല ഗവൺമെന്റ് UP സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അധ്യാപിക മർദ്ദിച്ചെന്ന പരാതി ഉന്നയിച്ചത്. ആശുപത്രി ചികിത്സയ്ക്ക് ശേഷം വീട്ടിൽ വിശ്രമത്തിലാണ് വിദ്യാർത്ഥി. ഉച്ചയ്ക്ക് ഇന്റർവെൽ സമയത്ത് മോൻ ഇങ്ങനെ നിരനിരെ പോകാൻ പറഞ്ഞു. അപ്പോൾ പുറകിൽ കൈ കെട്ടിയില്ല, ഡിസിപ്ലിൻ പാലിച്ചില്ല. അപ്പോൾ അതിന് തിരിച്ച് വന്ന് ക്ലാസ്സിലോട്ട് കയറിയപ്പോഴത്തേക്കും അവൻ്റെ കയ്യിൽ കമ്പൗണ്ട് അടിച്ചെന്നാണ് മോൻ പറഞ്ഞത്. ഹോസ്പിറ്റലിൽ പേരൂർക്കട ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞാൻ പോയായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ കയ്യിൽ 4 അടി കിടപ്പുണ്ടായിരുന്നു, നല്ല നീരുണ്ട്. എന്നാൽ അധ്യാപിക മർദ്ദിച്ചിട്ടില്ലെന്നാണ് സ്കൂളിലെ പ്രധാനാധ്യാപിക പറയുന്നത്. ആരോപണങ്ങൾ സ്കൂൾ അധികൃതർ തള്ളി. ഇത്രയും ഒരുപാട് കുട്ടികൾ പഠിക്കുന്നത് കൊണ്ടും ചെറിയ ചെറിയ അപകടങ്ങൾ ദിവസവും സംഭവിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 2 ദിവസം മുമ്പും ഇവിടെ ഒരു ചെറിയൊരു അപകടം പറ്റിയതിൻ്റെ ആ പശ്ചാത്തലത്തിലാണ് നമ്മൾ കുട്ടികളെ വരിയായിട്ട് ടോയ്ലറ്റിൽ വിട്ടതും ഈ കുട്ടി ഓടിയതിൻ്റെ ടീച്ചർ ഈ ചൂരലുകൊണ്ട് അടിച്ചു എന്ന് പറയുന്നതിൽ ഒരു വാസ്തവമില്ല. അപ്പോൾ ഇതിനെ തകർക്കാൻ വേണ്ടി കരുതിക്കൂട്ടി ആരോ പ്രവർത്തിക്കുന്നു എന്നുള്ളത് അത് സത്യമായ ഒരു കാര്യമാണ്. എൻ്റെ നേതൃത്വത്തിലാണ് നമ്മൾ ആ രക്ഷകർത്താവായിട്ട് സംസാരിച്ചത്. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. വിദ്യാർത്ഥിയുടെ കുടുംബത്തെ സ്വാധീനിക്കാനുള്ള നീക്കം നടത്തിയെന്ന ആരോപണവും സ്കൂൾ നിഷേധിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.